പ്രണയത്തിന്റെ ലോകമാണ് മക്കളെ ഇത്. പ്രണയത്തിന്റെ ലോകമാണിത്. എല്ലാം ഈ ലോകത്ത് മുഴുവൻ ലായിലായുള്ള പ്രണയമാണെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ ലായിലുള്ള പ്രണയമാണോ? വെറുതെ സമ്മതിക്കേണ്ട, ബോധ്യപ്പെട്ട് ഞാൻ ഒരു കോട്ടക്കെട്ട് പറയില്ലേ, എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കാം. ബോധ്യപ്പെട്ടിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഫുള്ള് അങ്ങനെ സമ്മതിക്കണ്ട, ബോധ്യപ്പെട്ടിട്ട് സമ്മതിച്ചാൽ മതി. ഒരു ഭാര്യ, ഇപ്പൊ നിങ്ങളെ ഭാര്യ ഉദാഹരണം പറയാം, നിങ്ങളെ ഭാര്യ നിങ്ങളോട് പറയണത് നിങ്ങൾക്ക് ഞാൻ മാത്രം മതി, വേറെ ആരും വേണ്ട, വേറെ ആരും വേണ്ട, നിങ്ങൾക്ക് ഞാൻ മാത്രം മതി. അത് പ്രണയമാണോ? അല്ലേ? നിങ്ങളെ ഭാര്യയ്ക്ക് നിങ്ങളോട് ഇഷ്ടമല്ലേ അത്? അല്ലേ? അല്ലേ? ഇങ്ങനെയാണോ? അതെ, തമാശ ഞാനൊന്നല്ല കേട്ടോ. അപ്പൊ അതങ്ങനെ തന്നെയാണ്, ഇഷ്ടം കൊണ്ടാണ് പറയുന്നത്. അത് ഭാര്യന്റെ പ്രണയമാണ്. അതെന്നെ റബ്ബ് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് വേറെ വേണ്ട, ഞാൻ മാത്രം മതി. അതന്നല്ല പറഞ്ഞത്. പ്രണയത്തിന്റെ ഭാഷ മനസ്സിലാക്കണമെങ്കിൽ റൂമി പറഞ്ഞൊരു വാക്കുണ്ട്. നിങ്ങൾ കവിഹൃദയം കൊണ്ട് ഖുർആൻ നോക്കി കഴിഞ്ഞാൽ കുറെ കവിതകൾ അതിൽ കാണും. ഖുർആനില് ലിംഗ്വിസ്റ്റിക് മൈൻഡ് സെറ്റോടെ ഖുർആൻ നോക്കി കഴിഞ്ഞാൽ കുറെ ഭാഷാപരമായ അത്ഭുതങ്ങൾ ഖുർആനിൽ കാണും. നിങ്ങൾ കൽബ് കൊണ്ട് ഖുർആനിൽ നോക്കി കഴിഞ്ഞാൽ പ്രേമലേഖനം കാണും. മൊത്തം പ്രേമലേഖനാണിത് ഖുർആൻ മുഴുവനും. അല്ലാഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.